ആശംസകൾ 50-ാം വാർഷികം ആഘോഷിക്കുന്ന സി കേശവൻ മെമ്മോറിയൽ ഹൈസ്കൂളിന്. ആരംഭിക്കുകയായി എൻ്റെ ഹൈസ്കൂൾ ചികിത്സകളെ സംബന്ധിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾ. ഇത് ഓഫീസിലേക്ക് എത്താനുള്ള കുറുക്കുവഴിയാണ്. കുറുക്കുവഴികൾ പണ്ടേ ഇഷ്ടം. നെല്ലിമരം നല്ല ഉഷാറായിട്ടുണ്ടല്ലോ. ഇവിടെയാണ് സാധാരണഗതിയിൽ ജാനകിയമ്മയുടെ ആ പാട്ട് വരുന്നത്. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ ഞാൻ ആ മരമൊക്കെ ഒന്ന് ഉലുത്തി നോക്കി. ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. നെല്ലി നമ്മളെ അത്ര മൈൻഡ് ചെയ്തില്ല. ഇതാണ് OP ഡിപ്പാർട്ട്മെൻറ്റ്. കുഴിമാവ് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് എഴുതി വാങ്ങിച്ച് എന്നെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് എന്നോടൊപ്പം വന്നത് എൻ്റെ അച്ചാച്ചനായിരുന്നു. എന്നെ കണ്ടത് പ്രധാന ഡോക്ടറായ ശ്രീ PA പ്രഭാകരൻ സാർ. അദ്ദേഹം ഈ ദേശീയ പ്രാധാന്യമുള്ള ഒരു മൃഗത്തിൻ്റെ അപരനാമത്തിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നൊക്കെയാണ് പറയുന്നത്. ഒരു ബന്ധുവാണെന്നുള്ള കാര്യം ഞാനിവിടെ മനഃപൂർവ്വം വിസ്മരിക്കുകയാണ്. എന്തായാലും എന്നെ കണ്ടപ്പോഴേ ചികിത്സ വേണ്ടി വരും എന്ന് നിശ്ചയിക്കുകയും 8A വാർഡിൽ എന്നെ അഡ്മിറ്റ് ചെയ്തതായിട്ട് അറിയിക്കുകയും ചെയ്തു. ഇതായിരുന്നു 8A എന്ന് പറയുന്ന വാർഡ്. ഇപ്പോൾ ഇത് 9A വാർഡായി. ആ ഓഫീസ് എന്നെഴുതിയിരിക്കുന്ന 9Aയും കമ്പ്യൂട്ടർ ലാബ് എന്നെഴുതിയിരിക്കുന്ന 10Aയും അതൊക്കെയായിരുന്നു എൻ്റെ ക്ലാസ്സുകൾ. ഈ 8A വാർഡെന്ന് പറയുന്നത് മുരളീധരൻ നമ്പൂതിരി എന്നായിരുന്നു പ്രധാന. അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടറിൻ്റെ പേര് മുരളീധരൻ നമ്പൂതിരി എന്നായിരുന്നു. ഞാൻ 9-ാം വാർഡിലേക്ക് മാറിയ പിന്നെ അദ്ദേഹത്തിനെ പറ്റി ഒരു അറിവും കിട്ടിയില്ല കേട്ടോ. പുള്ളി വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് മാറിപ്പോയതാണോ അതോ എൻ്റെ മുഖം കണ്ടത് ഈ പ്രൊഫഷനോട് തന്നെ വിട പറഞ്ഞാണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാഴികയില്ല. ഇവിടെയായിരുന്നു കേട്ടോ. ഇവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട രോഗികളെ മുഴുവൻ രാവിലെ വരിയായി നിർത്തുകയും ഡോക്ടർമാരെല്ലാം വന്ന് വായിൽ തോന്നിയത് മുഴുവൻ പറയുന്ന ഈ അസംബ്ലി എന്ന് പറയുന്ന ചടങ്ങില്ലേ, അത് നടത്തുന്ന ഇവിടെയായിരുന്നു. അതിൻ്റെ അപ്പുറം കാണുന്ന ആ സ്റ്റേജ് ഞാൻ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് മേളത്തെ വാർഡിലേക്കുള്ള സ്റ്റെയർ കേസാണ് കേട്ടോ. അന്നിവിടെ രോഗികളെ മെയിൽ വാർഡും ഫീമെയിൽ വാർഡും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മെയിൽ വാർഡിലാണ്. താഴത്തെ വാർഡിൽ മാത്രം. മേളിലത്തെ വാർഡെന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് മാത്രമുള്ളതായിരുന്നു. ഞങ്ങൾക്കവിടെ ആണുങ്ങൾക്കെന്ന് പറയുന്ന പ്രവേശനം ഉണ്ടായിരുന്നത് ഈ യുവജനോത്സവങ്ങൾ അതുപോലെ തന്നെ വല്ല സെമിനാറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മാത്രമായിരുന്നു കേട്ടോ. അല്ലാത്ത സമയത്തെങ്ങാനും ആവശ്യമില്ലാതെ ഈ സ്കൂളിൻ്റെ പുറകുവശത്തോ ഇവിടെ എവിടെയോ ഒന്ന് മേളിലോട്ട് നോക്കുന്ന കണ്ടാൽ പോലും പ്രധാന ഡോക്ടർ വകയായ ചില ഷോക്ക് ട്രീറ്റ്മെൻറ്റുകൾ പുറകിൽ കൂടെ പമ്മി വന്നിട്ട് തരാറുണ്ടായിരുന്നാണ് പല ചേട്ടന്മാരും. എനിക്കിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. അങ്ങനെയാണ് അന്നത്തെ ചികിത്സാ വിധികൾ മുറകൾ ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. കുഴിമാവ് ഗവൺമെൻറ് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ആശുപത്രിയായിരുന്നു കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രോഗികളൊക്കെ ഡോക്ടർ വരുന്നുണ്ടോയെന്നോ
നേഴ്സ് വരുന്നുണ്ടോയെന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവർ പമ്മിൽ പോയിരുന്ന് വീടി വലിക്കുകയും കപ്പലണ്ടി കളിക്കുകയും കടകളായ കടകളിൽ കൂടെ നടങ്ങുകയും ആറ്റിൽ പോയി ചാടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് ആശുപത്രികളെ പറ്റി പറയുമ്പോഴത്തേനും അതൊരു അടിപൊളി സംഭവം തന്നെയായിരുന്നു. എൻ്റെ പ്രമുഖരായ കൂട്ടുരോഗികൾ മുഴുവൻ ഉണ്ടായിരുന്ന അവിടെ ആയിരുന്നു. പക്ഷേ എന്തോ ചില പ്രത്യേക സാഹചര്യത്തിൽ അവിടുന്ന് വിട പറഞ്ഞ് പോരേണ്ടി വന്നു. മറ്റ് പ്രധാന ഡോക്ടർമാരെന്ന് പറയാനായിട്ടുള്ളത് സെബാസ്റ്റ്യൻ സാറ്, ജോസ് സാറ്, പിന്നെ കുരുവിള സാറ്, ഇട്ടിവര സാറ്. 9-ാം വാർഡിൽ എന്നെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസാന ഭാഗത്തെങ്കിലാണ് പെട്ടെന്നൊരു വെളുത്ത് പൊക്കം കൂടിയ, ഒത്തിരി പൊക്കമല്ല എന്നാലും ആവറേജ് പൊക്കം ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ എത്തിച്ചേരുകയും ക്ലാസിൻ്റെ വാർഡിൻ്റെയൊക്കെ വാതിക്കൽ കൂടി വന്ന് നോക്കി അങ്ങ് പോവുകയും ചെയ്ത് പിന്നീടാണ് 10A വാർഡിലോട്ട് എന്നെ മാറ്റിയപ്പോഴാണ് അദ്ദേഹത്തിനെ വീണ്ടും കാണുവാനിടയായി. അദ്ദേഹമാണ് ശ്രീ KR പീതാംബരൻ എന്ന 10ാം ക്ലാസ്സിൽ എന്നെ വളരെ വിദഗ്ധമായിട്ട് ചികിത്സിച്ച ഒരു ഡോക്ടറായിരുന്നു. ലേഡി ഡോക്ടർമാരെന്ന് പറയാനായിട്ട് വിജയകുമാരി, ലീലാഭായി, ഗീത, ചെല്ലമ്മ, പൊന്നമ്മ, ഭവാനി, ഗ്രേസി, അങ്ങനെയുള്ള ലേഡി ഡോക്ടർമാരൊക്കെ കൂടിയാണ് നമ്മളെ ഒരു 3 വർഷം ഇവിടുത്തെ വിവിധ വാർഡുകളിൽ ചികിത്സിച്ചതെന്ന് പറയാം. ഈ ഡോക്ടർമാരല്ലാതെ ഈ വാർഡുകളിലെ സഹായികളായിട്ട് ഈ ആശുപത്രി മൊത്തത്തിൽ ഒരു 3-4 പേരൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഹോസ്പിറ്റലിൻ്റെ എല്ലാ കണക്കുകളൊക്കെ എഴുതി സൂക്ഷിക്കുന്ന സുകുമാരൻ ചേട്ടന്, പിന്നെ വിശ്വംഭരൻ ചേട്ടന്, കുട്ടൻ ചേട്ടൻ, പിന്നെ അമ്മണി ചേച്ചി, അങ്ങനെ ഒരു 4 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ നിര്യാതരായി എന്ന് ഞാൻ അറിഞ്ഞ 2-3 പേരെയും കൂടി ഈ അവസരത്തിലൊന്ന് ഓർക്കുകയാണ് കേട്ടോ. ഡ്രോയിങ് സാറായിരുന്ന ശശികുമാർ സാറ്, പിന്നെ ജോസ് സാറ്, പിന്നെ PA പ്രഭാകരൻ സാർ. ഈ 3 പേരും നിര്യാതരായതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അവരെയൊക്കെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. കൂട്ടുകാരായിട്ട് പറയാനായിട്ടും കൂട്ടുരോഗികൾ എന്ന് പറയാനായിട്ടുമുള്ള പ്രശസ്തരായ കുറച്ച് ആൾക്കാരെ ഞാൻ ഓർക്കുന്നുണ്ട്. തോമസ് കുര്യന്, ജോർജ് സി ചാക്കോ, മാത്തുക്കുട്ടി. ഈ സ്കൂളിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞല്ലേ, ഇവിടെ ഈ ബാക്കിലെ ബെഡിൽ കിടന്നിരുന്ന ബാബുക്കുട്ടനും ജോൺസനും, അങ്ങനെ പ്രമുഖരായ കുറേ രോഗികളുടെ കൂടെ തന്നെയാണ് എന്നെയും ചികിത്സിച്ചിരുന്നത്. ഈ ഡോക്ടർമാരെ പറ്റി പറയുമ്പോഴത്തേനും സെബാസ്റ്റ്യൻ സാറിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഗ്രേസ് ടീച്ചറിനെയും ഓർക്കാതിരിക്കാൻ പറ്റില്ല. ഈ 10ാം ക്ലാസ്സിൻ്റെയൊക്കെ അവസാന സമയത്ത് എന്നെ സ്റ്റഡി ലീവ് എന്നൊക്കെ പറയുന്ന ആ സമയത്ത് ഈ ഗ്രാമറിൻ്റെ ചില പ്രത്യേക ചികിത്സയ്ക്കായിട്ട് വൈകുന്നേരം വീട്ടിൽ വിളിച്ചു വരുത്തുകയും ഞങ്ങളൊരു കുറച്ച് പേര് വൈകുന്നേരം സഹകരണ ബാങ്കിൻ്റെ അടിയിലത്തെ, പഴയ സഹകരണ ബാങ്കിൻ്റെ അടിയിലത്തെ നിലയിലായിരുന്നു ടീച്ചറും സാറും കൂടി താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ വിളിച്ചു വരുത്തി ഒരു കുറേ ദിവസം, ഒരു 10 ദിവസത്തിന് മേളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട് സാറ്. അതുപോലെ തന്നെ ടീച്ചർ ആ സമയത്ത് കാപ്പിയും പഴവും ബിസ്ക്കറ്റും ഒക്കെ തന്നിട്ടുണ്ട്. ടീച്ചറിനെയും സാറിനെയും ഈ സമയത്ത് പ്രത്യേകമായി ഓർക്കുകയാണ്. ഇവിടെ പിന്നെ ഈ ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി എന്ന് പറഞ്ഞിട്ട് ഒരു ഗംഭീര ആഘോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഒരാഴ്ചക്കാലത്തെ ചികിത്സ ഗ്രൗണ്ടിൽ വെച്ചാണ് നടത്തുന്നതെന്നുള്ളതാണ്.
ഗ്രൗണ്ട് പണികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതിന് ഈ വീടടുത്തുള്ളവർ ഒക്കെ ഈ തൂമ്പായും കൊട്ടയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരണമായിരുന്നു. അപ്പം നമ്മുടെ വീട് അടുത്തായതുകൊണ്ട് ആക്രിക്കാർ പോലും എടുക്കാത്ത ഈ മമ്മട്ടി എന്നേലും കിടപ്പുണ്ടെങ്കിൽ അതിനൊരു പിടിയൊക്കെ അമ്മ ഇട്ട് തരും. അതുമൊക്കെ ആയിട്ടായിരുന്നു അന്ന് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ മണ്ണ് കോരിയിട്ട് 10 പേർക്ക് 9 കൊട്ടയെന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ നിരന്ന് അങ്ങ് പിടിച്ച് അവിടോട്ട് കൊണ്ടാണ് കളഞ്ഞോണ്ടിരുന്നത്. അന്ന് പ്ലസ് ടുവും കാര്യങ്ങളോ കെട്ടിടങ്ങളോ ഒന്നുമില്ല, അവിടെ ഗ്രൗണ്ട് പോലും ഇല്ലായിരുന്നു. ആ ഗ്രൗണ്ടൊക്കെ പിന്നീട് പണിതാണ്. അങ്ങനെ കൊണ്ട് കളയുമായിരുന്നു. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് അന്നേരം ഈ വാർഡിൻ്റെ വിഭജനമൊന്നുമില്ല, എല്ലാവരും കൂടി പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നുള്ളത് കൊണ്ട് മാത്രമേ ഉള്ളൂ. എന്നാലും അന്ന് ഒരാഴ്ചയൊക്കെ പണിത് കഴിയുമ്പോഴത്തേന് 3-4 ദിവസം കഴിയുമ്പം കയ്യുമൊക്കെ പൊട്ടി. അങ്ങനത്തെ ഒരു സ്മരണയും കൂടി ഇപ്പോൾ പങ്കുവെക്കുകയാണ്. ഇതാണ് കേട്ടോ ഇപ്പോൾ പുതിയതായിട്ടുണ്ടാക്കിയിരിക്കുന്ന വാട്ടർ ടാങ്കുകൾ, മഴവെള്ള സംഭരണി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതിൻ്റെ ആ പുറകിൽ കാണുന്ന കിണർ മാത്രമാണ് അന്നുണ്ടായിരുന്നത് കേട്ടോ, ചെറിയ ഒരു മോട്ടോർ പുര. അന്ന് കഞ്ഞിയുടെ സംവിധാനമോ കഞ്ഞിപ്പുരകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് സ്കൂളിൽ നിന്ന് 1 മുതൽ 4 വരെ സെൻറ്റ് ജോർജ് സ്കൂളിൽ പഠിച്ചു. അവിടെ ഉപ്പുമാവുണ്ടായിരുന്നു. അതല്ലാതെ ഒരു സ്കൂളിലും കഞ്ഞിയോ ഒന്നും ഇല്ലായിരുന്നു, ദാരിദ്ര്യം. പിന്നെ പോയിട്ട് വെള്ളം കുടിക്കാനായിട്ട് അന്ന് ഈ പൈപ്പും സംവിധാനങ്ങളും കാര്യങ്ങളും ഇല്ലാത്തത് ഓടി വരുന്നു, ആരെല്ലാം വരുന്നവർ കോരുന്നു, നേരിട്ട് തൊട്ടിയിൽ നിന്നുള്ള സംപ്രേഷണമായിരുന്നു വയറ്റിലോട്ടെ. ഈ പൈപ്പിൻ്റെ അകത്തൂടെ മോട്ടറിൻ്റെ അകത്തൂടെയൊക്കെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഹാനികരമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് അറിയത്തില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അവർ പൈപ്പ് ഇങ്ങനെ സംവിധാനങ്ങളും ഒക്കെ പിടിപ്പിച്ച്. പിന്നെ മൊത്തത്തിലൊരു സാധാരണ ഒരു രോഗിയായിട്ട് 3 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം 1983 ഈ അവസാനം നമുക്ക് ആ ഒരു ഡിസ്ചാർജ് ഷീറ്റ് എഴുതി തരുമല്ലോ. അതിനിവിടെയൊക്കെ SLC ബുക്ക് എന്നൊക്കെയാണ് പറയുന്നത്. അത് 126937 എന്ന് പറയുന്നത് എൻ്റെ SLC ബുക്കേൽ തുടർ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ പോകാമെന്ന് പറയുന്ന ഒരു TC സർട്ടിഫിക്കറ്റും ആ ബുക്കിൽ ഒരു 304 മാർക്കും കൂടെ. അന്ന് 600 അപ്പം ഒരു സെക്കൻഡ് ക്ലാസ്സും കൂടി തന്നാണ് പ്രധാന ഡോക്ടർ എന്നോട് ഇവിടെ പറഞ്ഞോളാൻ പറഞ്ഞു. ഞാനെന്നാണ് ആ കാണുന്ന മെയിൻ ഗേറ്റ് കടന്നാണ് അന്ന് പോയത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്കൂളിനെ പറ്റിയും ഒരു ആശുപത്രി പോലെ തോന്നിക്കുന്ന ഈ പ്രസ്ഥാനത്തെ പറ്റിയൊക്കെ അന്നത്തെ കാലത്ത് എൻ്റെ കുറേ അനുഭവങ്ങൾ. മറ്റു പ്രത്യേകതകൾ പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ മനഃപൂർവ്വം പറയാതെ പോയ ഒരാൾ ശ്രീ KP തോമസ് മാഷിനെ പറ്റിയാട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശേഷം അതിനെപ്പറ്റി കുറച്ച് വിശദമായി പറയേണ്ടി വരുന്ന ഒരവസരം ഉള്ളതുകൊണ്ട് മാത്രം മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. അതല്ലാതെ ഞാൻ മറന്നു പോയിട്ടുള്ളോ അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നോ ഏതെങ്കിലും അധ്യാപികമാരോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം അതെൻ്റെ മറവി കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ. ഇതിനൊക്കെ ശേഷം പതിയെ ഈ മഹത്തായ പ്രസ്ഥാനത്തിനോട് വിട പറഞ്ഞ് ഞാൻ പതിയെ നീങ്ങുകയാണ്. അയ്യടാ, ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവനെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങ് പോകാൻ തുടങ്ങുമായിരുന്നല്ലേ. അത് തമാശ. അതിനുശേഷം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു 3-4 വർഷത്തിന് ശേഷം എൻ്റെ പ്രിയപ്പെട്ട വൈവീസ് ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന ഞങ്ങളുടെ ക്ലബ്ബ് രൂപീകരിക്കുകയും ഞാനും സുഹൃത്തുക്കളും ഒരു 10-30 പേര് ഒരു 4 വർഷത്തിന് ശേഷം ഈ ഗേറ്റ് കടന്ന് തന്നെ വീണ്ടും ഇങ്ങോട്ട് വരികയുണ്ടായി. വോളിബോളായിട്ടും ക്രിക്കറ്റായിട്ടും തോമസ് സാറിൻ്റെ കൂടെയുള്ള പിള്ളേരും ഗ്രൗണ്ട് പണിയും വന്ന വിവിധ NSS കോളേജിലെ പിള്ളേരും അവരുമൊക്കെ ആയിട്ടുള്ള പരിചയങ്ങളും രാത്രിയും പകലുമുള്ള ഗ്രൗണ്ട് പണി ഇതിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ഒക്കെ ആയിക്കൊണ്ട്
പിന്നെ പോയിട്ട് പെങ്ങന്മാരുടെ കൂട്ടുകാരുടെ പല പെങ്ങന്മാരുടെയും കല്യാണങ്ങൾ, ഇവിടെ നടന്ന നാടകങ്ങൾ, അതിൻ്റെയൊക്കെ വാളണ്ടിയേഴ്സുമാരായിട്ടും സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ചുകൊണ്ട് അങ്ങനെ ഈ സ്കൂളിലും പരിസരത്തും +2ൻ്റെ ഗ്രൗണ്ടുകളിലുമൊക്കെ ആയി നിറഞ്ഞാടി തിമിർത്ത് പെയ്ത ഞങ്ങളുടെ കഥകളുമായിട്ട് വീണ്ടും വരുന്നു. ചങ്കില CKM എന്നുള്ള ഈ ഇതിൻ്റെ 2ാം ഭാഗമായിട്ട്. അതുവരേക്കും നന്ദി, വണക്കം. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി സ്കൂളും കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ വീണ്ടും പഠിക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും